ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും അർച്ചന ചേച്ചി LLP സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഇങ്ങനെ കേസിന്റെ കാര്യം സംസാരിക്കാനായി JK വീണ്ടും അർച്ചന അസോസിയേറ്റ്സിലേക്ക് എത്തുകയാണ്. അവിടെ വെച്ച് JKയും അർച്ചനയും വീണ്ടും നേർക്കുനേർ കണ്ടുമുട്ടുകയാണ്. രണ്ടുപേരും പരസ്പരം കാണുമ്പോൾ തന്നെ ആകെ ഞെട്ടിത്തെറിച്ച് അങ്ങനെ നിൽക്കുന്നുണ്ട്. അർച്ചന എന്നിട്ട് ഇയാളോ എന്ന് ചോദിക്കുമ്പോൾ ദീപ്തി JKക്ക് അർച്ചനയെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. JK എന്നിട്ട് അർച്ചനയോട് നമസ്കാരം മേഡം എന്ന് പറയുമ്പോൾ വസുവും ദീപ്തിയും പറയുന്നുണ്ട്, സാർ ഇരിക്കെ കേസിനെ കുറിച്ച് മേഡത്തിനോട് നമുക്ക് വിശദമായി തന്നെ സംസാരിക്കാം എന്നല്ല അവര് പറയുമ്പോൾ JK പറയുന്നുണ്ട്, മേഡത്തിന് എന്റെ കേസ് കേൾക്കാനുള്ള സമയവും മനസ്സുണ്ടെങ്കിൽ ഞാൻ പറയാം എന്ന് JK പറയുമ്പോൾ അർച്ചന ദീപ്തിയോട് ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട്, ദീപ്തി ഈ കക്ഷിയല്ലേ ഇതിനു മുന്നേ ഇവിടെ വന്ന് മദ്യവയ്ക്കും സ്മോക്ക് ചെയ്യെല്ലാം ചെയ്തത്? ഞാൻ തന്നെയല്ലേ ആ CCTV ഫുട്ടേജിൽ ഉണ്ടായിരുന്ന ആളും എന്നാണ് എന്റെ ഒരു ഓർമ്മ എന്ന് അർച്ചന പറയുമ്പോൾ JK പറയുന്നുണ്ട്, മേഡം അവരെ വെറുതെ ചോദിച്ചു ബുദ്ധിമുട്ടിക്കണ്ട, ഞാൻ തന്നെയാണ് അത്. പോലീസ് സ്റ്റേഷനിൽ കയറുന്നത് അത്ര വലിയ അപരാധമൊന്നുമല്ല. നിങ്ങൾ എന്നോട് കേസിനെ പറ്റി ചോദിക്കൂ, എന്നാലല്ലേ എനിക്ക് അതിനെക്കുറിച്ച് വല്ലതും പറയാൻ പറ്റൂ എന്ന് JK പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, നിങ്ങളുടെ കേസ് അർച്ചന അസോസിയേറ്റ്സ് ഏറ്റെടുത്തിട്ടൊന്നുമില്ലല്ലോ, ആറ് ക്ഷമിക്കണം, ഇതിനോടകം തന്നെ ഇവിടെ ഒരുപാട് കേസുകളുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഈ കേസ് കൂടി ഏറ്റെടുത്താൽ ഞങ്ങൾക്ക് ചിലപ്പോ സമയത്തിന് വാദിക്കാനായി കഴിയില്ല. എന്തായാലും ഞങ്ങൾക്കിപ്പോ ഒരു കേസ് കൂടി ഏറ്റെടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ദീപ്തി, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇവിടുത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടി അറിയാവുന്നതല്ലേ? നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളൊന്ന് പറഞ്ഞു മനസ്സിലാക്കിക്കൂടായിരുന്നോ? അതെ, ഈ പാവത്തിനെ ഇത്ര നേരം ഇവിടെ വെയിറ്റ് ചെയ്യിപ്പിക്കണ്ടായിരുന്നോ? സോറി സാർ, നിങ്ങൾക്ക് മറ്റേതെങ്കിലും വക്കീലിനെ സമീപിക്കാമെന്ന് അർച്ചന പറയുമ്പോൾ JKക്ക് ആകെ ദേഷ്യം വരികയാണ്. JK എന്നിട്ട് പോക്കറ്റിൽ നിന്നും ഒരു സിഗരറ്റ് എടുത്ത് വലിക്കുകയാണ്. JK എന്നിട്ട് പറയുന്നുണ്ട്, മറ്റേതെങ്കിലും വക്കീലിനെ സമീപിക്കുന്നതിന് എനിക്ക് മേഡത്തിന്റെ ഉപദേശമൊന്നും ആവശ്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് JK തന്റെ കയ്യിലുള്ള സിഗരറ്റ് കാലുകൊണ്ട് ചവിട്ടുകയാണ്. എന്നിട്ട് സോറി പറയുന്നുണ്ട്, ഞാൻ പുകവലിച്ചാൽ നിങ്ങളുടെ ലങ്സിനാണല്ലോ കുഴപ്പമെന്നും പറയാണ്. അർച്ചന അപ്പോൾ കരിമലക്കുടയിലുണ്ടായ അന്നത്തെ രാത്രിയിലെ സംഭവങ്ങൾ ഓർക്കുകയാണ്. JK എന്നിട്ട് വീണ്ടും പറയുന്നുണ്ട്, വിലപ്പെട്ട സമയം കളഞ്ഞതിന് നിങ്ങൾക്ക് നന്ദിയുണ്ട് എന്ന് പറഞ്ഞ് JK അവരെ പരിഹസിച്ചുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ്. JK പോയതിനു ശേഷം വസുവും ദീപ്തിയും അർച്ചനയോട് മാറി മാറി ചോദിക്കുന്നുണ്ട്, ഇതിനാണ് ആ കേസ് ഒഴിവാക്കിയത്? എന്തായാലും അത് കേട്ടിട്ട് ഒഴിവാക്കി കൂടായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ അർച്ചന ഞാനിപ്പോ വരാമെന്ന് പറഞ്ഞ് JKയുടെ പിന്നാലെ പോവുകയാണ്. JK അങ്ങനെ പോവാനായി പുറത്തു നിൽക്കുമ്പോഴാണ് അർച്ചന വരുന്നത്. JK എന്നിട്ട് അർച്ചനയോട് ചോദിക്കുന്നുണ്ട്, എന്താ ഭവതിയുടെ മനസ്സ് മാറിയോ, എന്റെ കേസ് ഏറ്റെടുക്കാൻ തീരുമാനിച്ചു എന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു മാറ്റവും കാണുന്നില്ലല്ലോ, കരിമലക്കൊടിയിൽ വെച്ച് ഞാൻ കണ്ട അതേ ആൾ, സംസാരത്തിൽ പോലും നിങ്ങൾക്കൊരു മാറ്റവുമില്ല എന്ന് പറയുമ്പോൾ JK പറയുന്നുണ്ട്, ഉള്ളിന്റെ ഉള്ളിൽ ഒറ്റ വ്യക്തിത്വമുള്ളവർ അങ്ങനെയാണ്, ഒരിക്കലും മാറാനായി കഴിയില്ല എന്ന് JK പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, നിങ്ങൾ കൂടുതൽ സംസാരിക്കുന്നു വേണ്ട, എനിക്ക് നിങ്ങളെ നന്നായി അറിയാം, നിങ്ങളുടെ ഉദ്ദേശം എന്താണ്? ആദ്യം നിങ്ങളൊരു കേസുമായിട്ട് വന്നു, ഇപ്പൊ വീണ്ടും വന്നു, നിങ്ങളുടെ ഉദ്ദേശം എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് നിങ്ങൾ കരുതരുത്. നിങ്ങളുടെ മനസ്സിൽ ചില ദുരുദ്ദേശങ്ങളുണ്ട്, അത് തിരിച്ചറിയാത്ത മണ്ടിയൊന്നുമല്ല ഞാൻ. നിങ്ങളുടെ ഈ ഉദ്ദേശങ്ങൾ വെച്ച് ഇനി ഇങ്ങോട്ടേക്ക് വരരുത്. ഞാൻ മറക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കാനാണോ ഇങ്ങോട്ടേക്ക് വന്നത്? നമ്മൾ തമ്മിൽ കണ്ടുമുട്ടാനുള്ള ഇടയുണ്ടാവരുത്. എന്റെ മനസ്സിനെ നിങ്ങൾ ശല്യമായാൽ എനിക്ക് പ്രതികരിക്കേണ്ടി വരും എന്നങ്ങനെ ദേഷ്യത്തോടെ അർച്ചന പറയുമ്പോൾ JK പറയുന്നുണ്ട്, ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഭവതി അത് മനസ്സിൽ സൂക്ഷിച്ചു വെച്ചേക്ക്, പിന്നീട് അതിനെക്കുറിച്ച് നമുക്ക് പറയാം. എന്തായാലും നിങ്ങളെ പിന്തുടരാൻ നിങ്ങൾ എന്റെ നിഴലൊന്നുമല്ല, അത്രയെങ്കിലും നിങ്ങളൊന്ന് മനസ്സിലാക്ക്, വേറെ ഒന്നും എനിക്ക് പറയാനില്ലെന്ന് പറഞ്ഞ് JK ഒരു ഓട്ടോ നിർത്തി അതിൽ കയറി പോവുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ദീപ്തി വരുന്നുണ്ട്. ദീപ്തി എന്നിട്ട് അർച്ചനയോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് അയാളുടെ പിന്നാലെ വന്നത് എന്ന് ദീപ്തി ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, എനിക്ക് അയാളോടത്ത് നിന്ന് ഒരു കാര്യം അറിയണമായിരുന്നു, അന്ന് മുകുന്ദന്റെ പോലീസ് സ്റ്റേഷനിൽ വെച്ചുണ്ടായില്ലേ, ഇതിനെക്കുറിച്ച് അറിയാനായിരുന്നു എന്നൊക്കെ അർച്ചന അങ്ങനെ പറയുമ്പോൾ ദീപ്തിക്കാണെങ്കിൽ അർച്ചനയുടെ സംസാരം കേട്ട് ആകെ ഒരു സംശയം തോന്നുകയാണ്. അർച്ചനയാണെങ്കിൽ വീണ്ടും വീണ്ടും എനിക്ക് നല്ലൊരാളല്ല എന്ന് ദീപ്തിയോട് പറയുമ്പോൾ ദീപ്തിക്ക് വീണ്ടും സംശയം തോന്നുകയാണ്. നിനക്ക് കൂടുതൽ അയാളെ കുറിച്ച് അറിയുന്നത് പോലെയാണല്ലോ നീ പറയുന്നത്, നിനക്കെന്താ അയാളെ മുന്നേ പരിചയമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അച്ഛനാകെ ടെൻഷൻ ആവുകയാണ്. എന്നിട്ട് ദീപ്തിയോട് പറയുന്നുണ്ട്, എനിക്ക് അയാളെ അറിയൊന്നുമില്ല, നിങ്ങൾ പറഞ്ഞ അറിവ് മാത്രമേ എനിക്ക് അയാളെ കുറിച്ചുള്ളൂ എന്ന് പറഞ്ഞ് വേഗം തന്നെ അർച്ചന ഓഫീസിനകത്തേക്ക് പോവുകയാണ്. പിന്നീട് ചന്ദ്രയാണെങ്കിൽ വിജയ് ശങ്കറിന് ഒരു കോഫി കൊടുക്കുന്നുണ്ട്. ചന്ദ്ര എന്നിട്ട് ചോദിക്കുന്നുണ്ട്, വിജയേട്ടൻ ഓഫീസിൽ നിന്ന് നേരത്തെ വന്നു അല്ലേ? വന്നപ്പോ തന്നെ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണല്ലോ, എന്തു പറ്റിയെന്ന് ചന്ദ്ര ചോദിക്കുമ്പോൾ വിജയ് ശങ്കർ പറയുന്നുണ്ട്, ഞാൻ അർച്ചനയെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു എന്ന്. അത് കേൾക്കുമ്പോൾ ചന്ദ്രയ്ക്ക് ദേഷ്യം വരികയാണ്. നിങ്ങൾ എന്തിനാണ് അവളെ കുറിച്ച് ആലോചിക്കുന്നത്? നിങ്ങൾക്ക് ആലോചിക്കാൻ ഞാനിവിടെ ഉണ്ടല്ലോ, എന്നെ കുറിച്ച് ചിന്തിച്ചാ പോരെ, അവളെ കുറിച്ച് എന്തിനാണ് ആലോചിക്കുന്നത്? ഇരിക്കുമ്പോ അവളെ കുറിച്ചാണല്ലേ ചിന്ത. എനിക്കിപ്പോ നിങ്ങളെ കുറിച്ച് മനസ്സിലാവുന്നേ ഇല്ല, നിങ്ങൾ ആലോചിക്കുന്നതും പ്രവർത്തിക്കുന്നതും പറയുന്നതും ഒന്നും തന്നെ ഒരു ബന്ധവുമില്ല. വക്കീലിന്റെ ഈ സ്വഭാവം കോടതിയിൽ പോരെ, വീട്ടിൽ വേണോ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ചന്ദ്ര വിജയ് ശങ്കറിനോട് ദേഷ്യപ്പെടുകയാണ്. വിജയ് ശങ്കർ അപ്പൊ പറയുന്നുണ്ട്, ചന്ദ്രേ, എന്നെ നിനക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല, നീ പിണങ്ങാതെ, ഞാൻ അർച്ചനയെ കുറിച്ച് ആലോചിക്കുന്നത് അവളെ എങ്ങനെ തകർക്കാമെന്നാണ് എന്ന് വിജയ് ശങ്കർ പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, അമ്പാട്ടിലേക്ക് പോവാൻ
പോവണമെന്നുള്ള കാര്യമാണെങ്കിൽ നടക്കാൻ പോകുന്നില്ല. ഞാൻ അമ്പാട്ടിലേക്ക് ഇനി കയറണമെന്നുണ്ടെങ്കിൽ അർച്ചന തകർന്ന തരിപ്പണമാവണം എന്ന് ചന്ദ്ര പറയുമ്പോൾ വിജയശങ്കർ പറയുന്നുണ്ട്, അതിനെക്കുറിച്ചല്ലേ ഞാനിപ്പോ ആലോചിക്കുന്നത്. അച്ചുവിനെ അമ്പാട്ടിൽ നിന്ന് തട്ടിയെടുക്കാൻ പറ്റുമെന്ന് നീ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലല്ലോ. പക്ഷെ ഞാനത് നടത്തി. അച്ചുവിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് അർച്ചനയ്ക്കും അനിയന്മാർക്കും ഒരു ഷോക്കായിട്ടുണ്ട്. നീ എന്റെ അടുത്ത കരുനീക്കം ചിന്നുവിന് നേരെയാണ്. അമ്പാട്ടിൽ നിന്ന് എങ്ങനെ അകറ്റാമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് എന്ന് വിജയശങ്കർ പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, അവളെ അമ്പാട്ടിൽ നിന്ന് അകറ്റാമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. അവൾ എന്തായാലും അവളുടെ അമ്മയെ വിട്ടു പോവുമില്ല, അമ്പാട്ടിൽ നിന്ന് ഇറങ്ങൂല്ല എന്ന് ചന്ദ്ര പറയുമ്പോൾ വിജയശങ്കർ പറയുന്നുണ്ട്, അവളെ അർച്ചനയിൽ നിന്ന് അകറ്റുന്ന കാര്യം ഞാൻ നടപ്പിലാക്കും. ചില ടേണിംഗ് പോയിന്റുകളിലൂടെ അതെല്ലാം നടപ്പിലാക്കാം. 18 വയസ്സ് കഴിഞ്ഞാൽ സ്വതന്ത്രയാണ് പിന്നെ എന്റെ മകൾ ചിന്നു. പ്രായത്തിൽ അവളെ ഏത് വഴിക്കും തിരിക്കാൻ എന്നെ കൊണ്ട് കഴിയും. ഒരിക്കലും അർച്ചനയ്ക്ക് തടയാനാവില്ല എന്ന് പറയുമ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട്, വിജയേട്ടൻ ചിന്നുവിനെ എവിടെയെങ്കിലും ദൂരത്തേക്ക് പഠിക്കാൻ അയക്കുകയാണോ അതോ വിദേശത്തേക്ക് അയക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ വിജയശങ്കർ പറയുന്നുണ്ട്, എന്റെ മനസ്സിൽ പല വഴികളുമുണ്ട്, ഞാൻ അതെല്ലാം പിന്നീട് പറയാമെന്ന് പറഞ്ഞ് വിജയശങ്കർ ഒന്നും പറയാതെ അവിടെ നിന്നും പോവുകയാണ്. ചന്ദ്രയാണെങ്കിൽ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, വിജയേട്ടന്റെ പ്ലാൻ ഒടുവിൽ എനിക്ക് പാരയായിട്ട് വരുമോ എന്നങ്ങനെ ചിന്തിക്കുകയാണ്. അങ്ങനെ രാത്രിയിൽ അനന്തനും മുകുന്ദനുമാണെങ്കിൽ അച്ചു പോയതും അച്ചു ഇങ്ങോട്ടേക്ക് യാത്ര പറയാൻ വരാത്തതുമായ കാരണങ്ങൾ പറഞ്ഞ് സങ്കടപ്പെട്ടുകൊണ്ട് അങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് അർച്ചന വരുന്നത്. എന്നിട്ട് അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ മുഖത്ത് എന്താ വിഷമം, എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവര് പറയുന്നുണ്ട്, ഞങ്ങൾ അച്ചുവിനെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു എന്ന്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് മഞ്ജുവും രമ്യയും വരുന്നുണ്ട്. മുകുന്ദനും അനന്തനും എന്നിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ അച്ചുവിനെ വിളിച്ചു നോക്കി, വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഇപ്പൊ ആ നമ്പറിൽ വാട്സപ്പും ഇല്ല, എന്റെ ഫോൺ എപ്പോഴും സ്വിച്ച് ഓഫ് ആണെന്ന് പറയുമ്പോൾ രമ്യയും മഞ്ജുവും പറയുന്നുണ്ട്, അതെ ഞങ്ങളും വിളിച്ചു നോക്കി, അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്ന് പറയാണ്. അച്ഛനപ്പ പറയുന്നുണ്ട്, എന്നേക്കുമായിട്ട് അച്ചുവിനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയൊന്നുമില്ലല്ലോ. ഫോണിൽ അവനെ കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് ട്രെയിനിങ് ക്യാമ്പിലേക്ക് നേരിട്ട് പോവാം എന്നങ്ങനെ അർച്ചന പറയുമ്പോൾ മഞ്ജുവിനാണെങ്കിൽ ആകെ പേടിയാവുന്നുണ്ട്. മഞ്ജു എന്നിട്ട് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, എല്ലാവരും കൂടി ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോയാൽ ആകെ കുഴപ്പമാവുമല്ലോ, അച്ചു എല്ലാ കാര്യങ്ങളും പറയുമോ, ഞാൻ കുഴപ്പത്തിലാവുമല്ലോ എന്നൊക്കെ മഞ്ജു അങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്. രമ്യപ്പ പറയുന്നുണ്ട്, അങ്ങനെ പോകാൻ പറ്റുമെങ്കിൽ നമുക്ക് അത് തന്നെ ചെയ്യാം, അതാണ് നല്ലതെന്ന് പറയാണ്. എന്നാൽ മഞ്ജു ആണെങ്കിൽ ഇവര് പോകുന്നത് തടയാൻ വേണ്ടിയിട്ട് ഓരോ കാരണങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ പോയാലും ചിലപ്പോ അവൻ നിങ്ങളെ കാണാൻ തയ്യാറാവില്ല. ഇപ്പോഴും അച്ചുവിന്റെ ദേഷ്യമൊന്നും മാറിയിട്ടില്ലെന്ന് തോന്നുന്നു. നിങ്ങളെ കാണാൻ താല്പര്യമില്ലെന്ന് വരെ ചിലപ്പോ അവൻ പറഞ്ഞേക്കാം. ഞാൻ വേറൊരു കാര്യം അറിഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ നിങ്ങളോട് പറയുന്നത്. അടുത്തുള്ള ഒരാൾ പറഞ്ഞിട്ടാണ് ഞാൻ ഈ കാര്യം അറിഞ്ഞത്. പറയുമ്പോ നിങ്ങൾക്കാർക്കും വിഷമം തോന്നരുത്. അച്ചു ട്രെയിനിങ്ങിന് പോകുന്ന ദിവസം ചും രുക്കുവും കാറിലൂടെ ഇതുവഴി പോയിരുന്നു. ഇത് കണ്ട ആളാണ് എന്നോട് പറഞ്ഞത്. ഇതുവഴി പോയിട്ടും അവൻ ഇവിടെ കയറിയില്ല. അങ്ങനെ അവനെ യാത്ര പറയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇതുവഴി പോകുമ്പോൾ ഇവിടെ കയറുമായിരുന്നല്ലോ എന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാമല്ലോ. അച്ചുവിന് നമ്മളെ കാണാൻ ഒട്ടും തന്നെ താല്പര്യമില്ല. എന്തിനാണ് നിങ്ങൾ പോകുന്നത് എന്ന് പറയുമ്പോൾ എല്ലാവരും തന്നെ ആകെ ഷോക്കാവുന്നുണ്ട്, ഒരുപാട് സങ്കടാവുന്നുമുണ്ട്. അർച്ചന എന്നിട്ട് പറയുന്നുണ്ട്, അച്ചുവിനെ നമ്മളെ കാണാനല്ലേ താല്പര്യക്കുറവ്, നമുക്ക് അവനെ കാണുന്നതിൽ ഒരു കുഴപ്പവുമില്ലല്ലോ. നമ്മളെല്ലാം കൈപിടിച്ചല്ലേ അവനെ ഇത്രയും ദൂരം വളർത്തിക്കൊണ്ടുവന്നത്. നമ്മൾ അവനെ കൈവിട്ടാൽ ഒറ്റപ്പെട്ടു പോവില്ലേ അവൻ. നമ്മൾ എന്തായാലും അവനെ കാണാൻ പോകുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ് അർച്ചന അകത്തേക്ക് പോവുകയാണ്. മുകുന്ദൻ എന്നിട്ട് മഞ്ജുവിനോട് ചോദിക്കുന്നുണ്ട്, അന്ന് അച്ചും രുക്കും ഇതുവഴി പോയപ്പോ ഇവിടെ കയറിയില്ലെന്ന് ചേച്ചിക്ക് ഉറപ്പുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ രമ്യ പറയുന്നുണ്ട്, അന്ന് ഞാനും ചിന്നും ഇവിടെ ഇല്ലായിരുന്നു, മഞ്ജു ചേച്ചി മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, ഞങ്ങളെല്ലാം ചന്ദ്രകാന്തത്തിലേക്ക് അച്ചുവിനെ കാണാൻ പോയ സമയത്തായിരുന്നു അത്. ഞാൻ ഈ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും അവരിവിടേക്ക് വന്നിട്ടില്ല. ഇതുവഴി തന്നെ പോയി, പക്ഷെ ഈ വീട്ടിൽ കയറിയതുമില്ല എന്ന് മഞ്ജു തീർത്ത് പറയാണ്. പിന്നീട് അർച്ചന വന്ന് ചിന്നുവിനെ നോക്കുകയാണ്. ചിന്നു ആണെങ്കിൽ ആകെ മൂഡ് ഔട്ടായി ഇരിക്കുകയാണ്. അച്ഛൻ എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി മോളെ, നിനക്കെന്താ സുഖല്ലേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, കുഞ്ഞമ്മാവനെ കാണാൻ പറ്റാത്തതിലാണോ നിന്റെ സങ്കടം, നമുക്ക് കുഞ്ഞമ്മാവനെ പോയി നേരിട്ട് കാണാം എന്നെല്ലാം അർച്ചന അങ്ങനെ പറയുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, അതൊന്നല്ല അമ്മേ, എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറയാണ്. അച്ഛൻ എന്നിട്ട് വീണ്ടും ചോദിക്കുന്നുണ്ട്, അല്ല എന്തോ പ്രശ്നമുണ്ട്, എന്താ കോളേജിൽ വല്ല പ്രശ്നമുണ്ടോ, ഫ്രണ്ട്സുമായിട്ട് നീ തെറ്റിയോ അതോ വല്ല പൂവാലന്മാര് നിന്റെ ബാക്കിൽ വന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, അതൊന്നല്ല അമ്മേ, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, അല്ല നിനക്ക് എന്തോ വയ്യായികയുണ്ട്, ഞാൻ നിനക്കൊരു ചുക്കുകാപ്പി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു പോവാനായി നിൽക്കുമ്പോൾ ചിന്നു അർച്ചനയെ പിടിച്ചവിടെ നിർത്തുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ട്, എന്തുണ്ടെങ്കിലും അമ്മയോട് പറ മോളെ, എന്തുണ്ടെങ്കിലും നമുക്ക് സോൾവ് ചെയ്യാമെന്ന് പറയുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, ഇന്ന് ഞങ്ങളുടെ കോളേജിൽ പുതിയൊരു അധ്യാപകൻ വന്നു, ഞങ്ങളുടെ ക്ലാസ്സിൽ കുറച്ച് പ്രശ്നക്കാരുണ്ടല്ലോ, അവരെ സാർ അങ്ങ് നല്ലോണം കുടഞ്ഞിട്ടുണ്ട്. അവളുടെ ആ പുതിയ സാറ് ആരാണെന്ന് അമ്മയ്ക്ക് അറിയോ? അമ്മ അറിയുന്ന ഒരാളാണ് ആ സാറ്. അമ്മ മാത്രമല്ല ഒരുപാട് ആളുകൾക്ക് ആ സാറിനെ അറിയാം. പ്രശസ്ത സാഹിത്യകാരനായ JK ആണ് ഞങ്ങളുടെ കോളേജിലെ പുതിയ സാർ എന്നങ്ങനെ ചിന്നു പറയുമ്പോൾ അർച്ചനയ്ക്ക് അത് കേട്ടു ഒരുപാട് സന്തോഷാവുന്നുണ്ട്. ഓ, അദ്ദേഹമാണോ നിങ്ങളുടെ സാറ് എന്ന് പറഞ്ഞുകൊണ്ട് അർച്ചന ആകെ ചിരിച്ച് സന്തോഷിച്ച് അങ്ങനെ നിൽക്കുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.